Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ചെറുവത്തൂരിലെ കൊത്തങ്കരയിൽ വീടിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിനിടയിൽ മണ്ണിടിഞ്ഞ് 3 തൊഴിലാളികൾ കുടുങ്ങി. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും ചേർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 1 മണിക്കൂർ കൊണ്ട് 3 തൊഴിലാളികളെയും രക്ഷപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റ കൽപ്പണി മേസ്ത്രി കരിവള്ളൂർ മധുരക്കോട് സ്വദേശി നാറോത്ത് അശോകൻ, പിലിക്കോട് മാണിയാട്ടെ എം അശോകൻ, കരിവള്ളൂർ കുണിയൻ സ്വദേശി അത്തിക്കൽ വീട്ടിൽ വിജേഷ് എന്നിവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേരത്തെ മണ്ണിടിഞ്ഞു വീണ ഭാഗം ശരിയാക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. 1 മണിക്കൂറോളം നാട്ടുകാരെ ആശങ്കയിലാക്കിയതായിരുന്നു ചെറുവത്തൂർ കയ്യൂർ റോഡിലെ കോത്താങ്കരയിലുണ്ടായ അപകടം. ചീമേനി പൊതാവൂരിലെ TV കൃഷ്ണനായി ചെറുവത്തൂർ കോത്താങ്കരയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ചുറ്റുമതിൽ പണിയെടുക്കുന്നതിനിടയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:45 അപകടം നടന്നത്. ചെങ്കല്ല് കെട്ടി ഉയർത്തുന്നതിനിടയിൽ പാതയോരത്തെ ചരൽമണ്ണൊന്നാകെ പതിക്കുകയായിരുന്നു. 6 തൊഴിലാളികളാണ് നിർമ്മാണത്തിനെത്തിയിരുന്നത്. മണ്ണിടിയുന്നതിനിടയിൽ മറ്റു 3 പേർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ മറ്റുള്ളവർ രക്ഷപ്പെടും മുൻപ് ചരൽമണ്ണ് 3 പേർക്ക് മേൽ പതിക്കുകയായിരുന്നു. ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെ നാട്ടുകാരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. രാമന്തളിയിലെ പോക്സോ കേസിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി N. സുകന്യ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ രാമന്തളിയിലെ പോക്സോ കേസിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അഖിലേന്ത്യാ സെക്രട്ടറി N. സുകന്യ ഉദ്ഘാടനം ചെയ്തു. അയാളുടെ ശരിയായ സ്വഭാവം എന്താണ് ഇപ്പൊ നമുക്ക് വ്യക്തമായില്ലേ? ഇവിടെ പറഞ്ഞല്ലോ, 7 മാസങ്ങൾക്ക് മുമ്പ് ഈ രാമന്തളിയും പയ്യന്നൂരിനെ മാത്രമല്ല കേരളത്തെ ഒട്ടാകെ ഞെട്ടിച്ച സംഭവമാണ്. 2 പിഞ്ചു കുഞ്ഞുങ്ങളെ അരുംകൊല ചെയ്തുകൊണ്ട് അവരുടെ പിതാവ്, അവരുടെ മുത്തശ്ശി ആത്മഹത്യ ചെയ്ത ദാരുണ സംഭവം. അവരെല്ലാം അങ്ങനെ ഒരു ദാരുണ നിലയിലേക്ക് തള്ളിവിട്ടത് ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വമുണ്ടായിരുന്ന ഈ പറയുന്ന കുട്ടികളുടെ മുത്തശ്ശനായ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അയാളുടെ വഴിവിട്ട സാമൂഹ്യ വിരുദ്ധമായ, പ്രകൃതി വിരുദ്ധമായ നടപടിയാണ് എന്നുള്ളത് ഇന്നിപ്പോ ജനങ്ങൾക്കെല്ലാം ബോധ്യമായി. KV പ്രീത അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി PK ശ്യാമള, KP ജ്യോതി, P ശ്യാമള, VK നിഷ, KV ലളിത എന്നിവർ സംസാരിച്ചു. നാടക നടനും ഓട്ടോ ഡ്രൈവറും രാമന്തളിയിലെ താമസക്കാരനുമായ അന്നൂരിലെ AK ഉണ്ണികൃഷ്ണനെ പയ്യന്നൂർ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊരു പോക്സോ കേസിൽ ജാമ്യത്തിൽ കഴിയുന്നതിനിടെയാണ് വീണ്ടും അറസ്റ്റ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്.
പയ്യന്നൂർ റൂറൽ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരം കേന്ദ്രീകരിച്ചാണ് മാർച്ച് നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളിയിലെ പോക്സോ കേസിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഡിവൈഎസ്പിക്ക് നിവേദനം നൽകി. മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി എൻ സുകന്യയുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. എന്തായാലും അയാൾക്ക് അത്ര വേഗം രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ചാർജ് ഷീറ്റ് കോടതിയിലേക്ക് കേസെത്തുന്ന ഘട്ടത്തിൽ അതുണ്ടാവും എന്നുള്ളൊരു ഉറപ്പാണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തത് ഇപ്പോൾ ആ പെൺകുട്ടി മാസത്തിലൊരിക്കലാണെന്ന് തോന്നുന്നു ആഴ്ചയിൽ ഒപ്പിടേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള ഒരു പുനർചിന്തനം നടത്താം എന്നുള്ള കാര്യത്തിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഉറപ്പ് നമുക്ക് ലഭിച്ചു. രാമന്തളിയിലെ പോക്സോ കേസിൽ സമഗ്രാന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഡിവൈഎസ്പിക്ക് നിവേദനം നൽകി. എൻ സുകന്യ, പി കെ ശ്യാമള, പി ശ്യാമള, കെ വി ലളിത, വി കെ നിഷ, കെ പി ജ്യോതി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരം സർവീസ് നടത്തിയ ടാക്സി ഡ്രൈവർമാർക്ക് നാളിതുവരെയും കൂലി ലഭിച്ചില്ലെന്ന് ആക്ഷേപം. പരിയാരം ടാക്സി സ്റ്റാൻഡിലെ ഡ്രൈവർമാരാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ജോലികളുടെ ഭാഗമായി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടും ഇതിനുള്ള പ്രതിഫലം വൈകുന്നത് തൊഴിലാളികളെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരിയാരം ടാക്സി സ്റ്റാൻഡിൽ നിന്നും ഇലക്ഷൻ ആവശ്യങ്ങൾക്കായി ഒരുപാട് ടാക്സികൾ ഓടിയിരുന്നു. 4 മാസങ്ങൾക്കിപ്പുറം വിഷു കഴിഞ്ഞു, ഓണമിങ്ങെത്താറായി. എന്നിട്ടും ജോലി ചെയ്ത കൂലിക്ക് ലഭിച്ചില്ല എന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ടാക്സി ഉടമകൾ. എന്താണ് നിങ്ങളുടെ പ്രധാന വിഷയം? നമ്മുടെ ഇലക്ഷൻ വർക്ക് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഈ വോട്ടർ ഓടിയിട്ടാണ് നമുക്ക് ഉപജീവനം കഴിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പൈസ കിട്ടാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. വിഷു കഴിഞ്ഞു, ഓണം കഴിഞ്ഞു, ഓണം വരുന്നുണ്ട്, വരാൻ പോകുന്നു. അപ്പോൾ അതിനുള്ള നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ഓട്ടം വളരെ കുറവാണ്. എന്നാൽ ഇലക്ഷൻ ഓടിയ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഈ ഓണം വരാനുള്ള സമയത്ത് ഡ്രസ്സുകളും സാധനങ്ങളും വാങ്ങാനുള്ള ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. എത്ര ദിവസം ഏകദേശം ഓടിയിട്ടുണ്ട് വണ്ടി? ഏപ്രിൽ 1 മുതൽ 9 തീയതി വരെ, ഇലക്ഷൻ കഴിഞ്ഞ അന്ന് രാത്രി 12 വരെ ഓടിയിരുന്നു. ഇത്രയും ദിവസം വാഹനം ഓടി, എന്നിട്ടും നിങ്ങളുടെ കൂലി ലഭിച്ചില്ല. അപ്പോൾ ആരുടെ അടുത്താണ് ചെന്ന് നിങ്ങൾ പരാതി പറഞ്ഞത്? ആരുടെ അടുത്താണ്? ഞങ്ങൾ വാഹനങ്ങൾ പയ്യന്നൂർ MVD ആണ് വന്നിട്ട് ഇവിടുന്ന് കളക്ടർ ഓർഡർ പ്രകാരം വണ്ടി പിടിക്കുന്നത്. അതിനുശേഷം 1-ാം തീയതി രാവിലെ കണ്ണൂർ താലൂക്ക് ഓഫീസിലെത്തി. കല്യാശ്ശേരി മണ്ഡലത്തിലെ വാഹനങ്ങൾ കണ്ണൂർ താലൂക്ക് ഓഫീസിലെത്തണമെന്ന് പറഞ്ഞു. ഞങ്ങളെത്തി. വണ്ടിക്ക് GPS ഉൾപ്പെടെയുള്ള സാമഗ്രികളായി പിടിപ്പിച്ച് വണ്ടി അതാത് വില്ലേജ് ഓഫീസ് ഏതാണെന്ന് വെച്ചാൽ അവിടത്തേക്ക് പോകാനായിരുന്നു പറഞ്ഞിരുന്നത്. നമ്മൾ അന്ന് തന്നെ വില്ലേജ് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തു. അന്ന് മുതൽ 9-ാം തീയതി രാത്രി വരെ ഞങ്ങളെ നല്ല സഹകരണമായിരുന്നു വില്ലേജ് ഓഫീസറായിട്ട്. അപ്പോൾ അതുവരെ വാഹനങ്ങൾ ഓടുകയും ചെയ്തു. 10-ാം തീയതി രാവിലെ കണ്ണൂർ തന്നെ ചെന്ന് ഈ GPS അഴിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം നമുക്ക് വില്ലേജ് ഓഫീസർ, നമ്മളെ പ്രിസൈഡിംഗ് ഓഫീസറോ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അവർ ഒപ്പിട്ട് തന്നു. നമ്മളവിടെ കണ്ണൂർ താലൂക്കിൽ തന്നെ കൊണ്ടുകൊടുത്തു. അപ്പോൾ പിന്നെ അതിനുശേഷം ഒന്നും പൈസയോ കാര്യങ്ങളോ വരാത്തതുകൊണ്ട് കണ്ണൂർ താലൂക്കിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവനും പയ്യന്നൂർ താലൂക്കിൽ നിന്നാണ് പേപ്പർ വർക്കുകൾ ചെയ്യുന്നത്. അങ്ങനെ നാളെ ഇതുവരെയായി കാത്തിരുന്നു, ഒന്നും ഫലമുണ്ടായില്ല. അതിൻ്റെ ഭാഗമായിട്ട് പയ്യന്നൂർ താലൂക്കിൽ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഇപ്പം തൊട്ടടുത്തുള്ള പയ്യന്നൂർ മണ്ഡലത്തിലോ തളിപ്പറമ്പ് മണ്ഡലത്തിലോ അഴീക്കോട് മണ്ഡലത്തിലോ കണ്ണൂർ മണ്ഡലത്തിലോ കുറച്ച് ഭാഗ്യമായിട്ടും പൂർണ്ണമായും കൊടുത്തില്ലെങ്കിലും ഭാഗ്യമായി കൊടുത്തിട്ടുണ്ട്. കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ പേപ്പർ വർക്കുകൾ നടത്താൻ ഇവിടെ ജീവനക്കാരുണ്ടായില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേപ്പറുകൾ ഇവിടെ ഒന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ പേപ്പറുകളും വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫണ്ട് വന്നാൽ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും വൈകാതെ തരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫണ്ട് കണ്ണൂർ ജില്ലയ്ക്ക് 2 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അത് ട്രഷറിയിൽ ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്തിയാൽ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ വരുന്നത് മലയാളികൾക്ക്, കേരളത്തിലെ മലയാളികൾക്ക് ഓണമാണ്. അപ്പോൾ കഴിഞ്ഞ വിഷു തന്നെ നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഓണം അത് നമുക്ക് ആഘോഷിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. MVD നേരിട്ട് വന്നിട്ട് തന്നെയാണോ പറഞ്ഞത്? RTO നേരിട്ട് വന്നിട്ടാണോ പറഞ്ഞത്? നിങ്ങളുടെ ഇവിടെ പലതവണ 1, 2, 3 പ്രാവശ്യം ഇവിടെ വന്നിട്ട് കിട്ടാത്ത വണ്ടികൾ പിന്നെയും വന്നിട്ട് അവർ പറഞ്ഞു എല്ലാവരും ഓടണം, ഇത് കലക്ടർ ഓർഡറാണ്, അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയും ചെയ്യില്ല. അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. എന്തായാലും നമ്മളെ പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി നമ്മളെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇനിയും അതിന് പണിയെടുത്ത കൂലിക്ക് വേണ്ടി ഇത്രയും മാസം കാത്തിരിക്കലെന്ന് വെച്ചാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, പിന്നെ നമ്മുടെ ചെലവ്, അങ്ങനെ ഇത് കിട്ടിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
ജോലി ചെയ്ത കൂലി വേണമെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യം. അത് അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ്. ഇപ്പോൾ ഓണമിങ്ങ് എത്താറായി. ആ സമയത്ത് ജോലി ചെയ്ത് ആ ഒരു കൂലി ലഭിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അത് ആഘോഷിക്കാൻ പറ്റുകയുള്ളൂ. അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ക്യാമറമാൻ പ്രണവ് പെരുമാമ്പിക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ കഴിഞ്ഞ പശ്ചാത്തലത്തിൽ വഴിയോരങ്ങളിൽ സ്ഥാപിച്ച കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും കട്ടൌട്ടുകളും ഉടനടി മാറ്റാൻ നിർദ്ദേശം. മഴക്കാലത്ത് അപകടങ്ങൾ സംഭവിക്കാനും മറ്റും കാരണമാകുന്നതിനാലാണ് ഇത്തരമൊരു തീരുമാനം. ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ കഴിഞ്ഞിട്ടും വഴിയോരങ്ങളിൽ സ്ഥാപിച്ച കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളും കട്ടൌട്ടുകളും മാറ്റാൻ നിർദ്ദേശം. മഴക്കാലത്ത് അപകടങ്ങൾ സംഭവിക്കാനും മറ്റും കാരണമാകുന്നതിനാലാണ് ഇത്തരമൊരു തീരുമാനം. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ സമയത്ത് ആരാധകർ സ്ഥാപിച്ചിട്ടുള്ള ഫ്ലെക്സ് ബോർഡ് ഉൾപ്പെടെയുള്ള ബോർഡുകൾ ഇപ്പോഴും തൂങ്ങിക്കിടക്കുകയാണ്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തന്നെ സർക്കുലർ എല്ലാ ക്ലബ്ബുകളിലേക്കൊക്കെ ഇതിനകം തന്നെ അയച്ചിട്ടുണ്ട്. അത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും കുറേ പ്രദേശങ്ങളിൽ നീക്കം ചെയ്യാതെ ബാക്കി കിടപ്പുണ്ട്. വലിയ മഴയും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ നിലയിലൊക്കെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നെറ്റ്വർക്ക് ചാനൽ ഇത് പ്രത്യേകമായിട്ട് വിഷയം ഏറ്റെടുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് മുഴുവൻ ക്ലബ്ബുകളോടും അതുപോലെ തന്നെ ഫാൻസ് ക്ലബ്ബുകളോടൊക്കെ നഗരസഭയ്ക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായും അത്തരം ഫ്ലെക്സ് ബോർഡുകളും മറ്റും നിങ്ങൾ തന്നെ നീക്കം ചെയ്യണം. നീക്കം ചെയ്യുന്നില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള മറ്റു നടപടിയിലേക്ക് നഗരസഭയ്ക്ക് കടക്കേണ്ടി വരുമെന്നതുകൂടി ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഫ്ലക്സുകളും ബോർഡുകളും എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവ നീക്കം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളിയിലെ വീട്ടുമുറ്റത്ത് ദൃശ്യവിരുന്നൊരുക്കി പൂമ്പാറ്റകൾ. നീലക്കടുവകൾ, അരളി എന്നീ വിഭാഗത്തിൽപ്പെട്ട പൂമ്പാറ്റകളാണ് KP സിന്ധു ടീച്ചറുടെ വീട്ടുമുറ്റത്ത് കൗതുക കാഴ്ച ഒരുക്കുന്നത്. രാമന്തളിയിലെ വീട്ടുമുറ്റത്ത് കൂട്ടത്തോടെ എത്തുന്ന ചിത്രശലഭങ്ങൾ ദൃശ്യവിരുന്നാകുന്നു. രാമന്തളി വില്ലേജ് ഓഫീസ് റോഡിലെ അമ്പാടി എന്ന വീട്ടിലെ പൂന്തോട്ടത്തിലാണ് കൂട്ടത്തോടെ എത്തുന്ന ചിത്രശലഭങ്ങൾ ദൃശ്യവിരുന്നൊരുക്കുന്നത്. ഇവിടുത്തെ പൂന്തോട്ടത്തിലെ പൂമ്പാറ്റക്കിലുക്കി, കിലുകിലുക്കി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ചെടിയിലാണ് ശലഭങ്ങൾ കൂട്ടത്തോടെ വന്നിരിക്കുന്നത്. ഈ ചെടിയുടെ ഇലകൾ തിന്നാനാണ് ശലഭങ്ങൾ കൂട്ടത്തോടെ എത്തുന്നത്. നീലക്കടുവകൾ, അരളി എന്നീ വിഭാഗത്തിൽപ്പെട്ട പൂമ്പാറ്റകളാണ് ഈ ചെടിയിൽ വന്നിരിക്കുക. ആൺശലഭങ്ങൾ ഇതിന്റെ നീരൂറ്റി കുടിക്കാനാണ് കൂട്ടമായി ഈ ചെടിയിൽ വന്നിരിക്കുന്നത്. ആൺശലഭങ്ങളിൽ ഫിറമോൺ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഘടകമായ ഒരു ആൽക്കലോയിഡ് ഇതിന്റെ നീരിൽ അടങ്ങിയിട്ടുണ്ട്. ശലഭങ്ങൾ വന്നിരിക്കുന്ന ചെടി കുറച്ച് ദിവസത്തോടെ ആരോഗ്യം നശിച്ച് ഉണങ്ങിപ്പോവുകയും ചെയ്യും. ഇലകൾ നശിക്കുന്നതോടെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ചിത്രശലഭങ്ങളെ കാണാതാകും. ശലഭ ദേശാടനത്തിന്റെ ഭാഗമായാണ് ശലഭങ്ങൾ എത്തുന്നത്. ശലഭോദ്യാനങ്ങളിൽ ഈ ചെടി വച്ചുപിടിപ്പിക്കാറുണ്ട്. രാമന്തളിയിലെ ചിത്രശലഭങ്ങളെക്കുറിച്ച് പഠനം നടത്തി 2023 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ അധ്യാപകരുടെ പ്രൊജക്റ്റിൽ 1ാം സ്ഥാനം നേടി ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ പങ്കെടുത്ത കുഞ്ഞുമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്രാധ്യാപികയായ KP സിന്ധു ടീച്ചറുടെ വീട്ടുമുറ്റത്തെ കാഴ്ചയാണിത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കേളോത്ത് പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. ഡോക്ടർ വരദ മോഹന് ആദ്യ വിൽപ്പന നടത്തി വി കുഞ്ഞികൃഷ്ണൻ MLA ഖാദി മേള ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കേളോത്ത് പ്രവർത്തിക്കുന്ന ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ ഡോക്ടർ വരദ മോഹന് ആദ്യ വിൽപ്പന നൽകിക്കൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ MLA ഓണം ഖാദി മേള ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ ഓണാഘോഷം എന്നത് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുക എന്ന ഒരു ധാരണയുടെ കൂടി അടിസ്ഥാനത്തിലാണ്. പരമാവധി വസ്ത്രങ്ങൾ ആളുകൾ വാങ്ങുന്ന സന്ദർഭവും ഓണക്കാലമാണ്. ഇതര മതവിഭാഗങ്ങൾ പെരുന്നാളിനും ക്രിസ്മസിനുമൊക്കെ ഈ നിലയിൽ വസ്ത്രങ്ങൾ വാങ്ങാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും റിബേറ്റ് അനുവദിക്കാറുണ്ട്. പക്ഷെ വലിയ തോതിൽ വിൽപ്പന നടത്തുന്നത് ഓണക്കാലത്താണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി തുണിത്തരങ്ങളിൽ പകുതിയിലേറെ ഉൽപ്പാദനവും അതുപോലെ തന്നെ വിപണനവും
നടക്കുന്ന ഒരു കേന്ദ്രമാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രം. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. നിഖിൽ KC, N ഗംഗാധരൻ, റോജ PK, പയ്യന്നൂർ ഖാദി കേന്ദ്രം ഡയറക്ടർ KV രാജേഷ്, ജൂനിയർ സൂപ്രണ്ട് സനോബ് നമ്പ്രോൻ തുടങ്ങിയവർ പങ്കെടുത്തു. മേളയിൽ TNR സിൽക്ക് സാരി, പയ്യന്നൂർ പട്ട് സാരി, ടെസറ സിൽക്ക് സാരി, പ്രിന്റഡ് സിൽക്ക് സാരി, ആരണി പട്ട് സാരി, കോട്ടൺ സാരി, ബെഡ്ഷീറ്റ്, ധാക്ക മസ്ലിൻ ഷർട്ട് പീസ്, കോട്ടൺ ബെഡ്, കുഞ്ഞുടുപ്പുകൾ കൂടാതെ തേൻനെല്ലിക്ക, ലിച്ചിപ്പുത്തൻ ഗ്രാമീണ തേൻ, അക്മാർക്ക് തേൻ, നറുതേൻ, ചെറുതേൻ, തുളസിപ്പൂന്തേൻ, കാട്ടുതേൻ, ജിഞ്ചർ ഹണി തുടങ്ങിയവയും ഖാദി ബോർഡ് പുതുതായി പുറത്തിറക്കിയ ഫാബ്രിക് ഫിറ്റ് ലിക്വിഡ് സ്റ്റിഫ്നറും മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. 4000 മുതൽ 20,000 രൂപ വരെയാണ് സിൽക്ക് സാരികളുടെ വില. മേള രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KSKTU കാങ്കോൽ വെസ്റ്റ് വില്ലേജ് സമ്മേളനം കാങ്കോൽ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം VP ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KSKTU കാങ്കോൽ വെസ്റ്റ് വില്ലേജ് സമ്മേളനം കാങ്കോൽ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം VP ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. C ഷീജ അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞിരാമൻ, PV ചന്ദ്രൻ, ECK രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. E രവി പ്രസിഡന്റായും P മോഹനൻ സെക്രട്ടറിയായും പുതിയ കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇക്കഴിഞ്ഞ അധ്യയന വർഷം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തൃക്കരിപ്പൂർ ഫാമേഴ്സ് ബാങ്ക് അനുമോദിച്ചു. ബാങ്കിന്റെ A ക്ലാസ് അംഗങ്ങളുടെ മക്കളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വടക്കേ തൃക്കരിപ്പൂർ, തെക്കേ തൃക്കരിപ്പൂർ, ഉദിനൂർ വില്ലേജുകളുടെ പരിധിയിലെ ഉന്നത വിജയം നേടിയ 32 വിദ്യാർത്ഥികളെ സന്ദീപ് വാര്യർ MLA അനുമോദിച്ചു. ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് C രവി അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പ്ലാനിംഗ് അസിസ്റ്റന്റ് രജിസ്ട്രാർ C സുനിൽകുമാർ മുഖ്യാതിഥിയായി. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ C സേതുമാധവൻ, ഡയറക്ടർമാരായ VV വിജയൻ, അബ്ദുൾ അസീസ്, P സുബ്രഹ്മണ്യൻ, LK യൂസഫ്, ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി K രാജീവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ MLA ആയ സന്ദീപ് വാര്യർക്ക് ബാങ്ക് അധികൃതർ സ്വീകരണം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കർക്കിടക മാസത്തിൽ മലയാളികൾ ഔഷധ കഞ്ഞിക്കൊപ്പം പ്രധാനമായി ഉൾപ്പെടുത്തുന്ന ഒന്നാണ് പത്തിലത്തോരൻ. ആരോഗ്യ സംരക്ഷണത്തിന് ആയുർവേദം ഏറെ പ്രാധാന്യം നൽകുന്ന ഈ മാസത്തിൽ പത്തിലത്തോരന് പ്രത്യേക സ്ഥാനമുണ്ട്. പത്തിലത്തോരന്റെ ഗുണങ്ങളെക്കുറിച്ച് കാനായിയിലെ നാരായണൻ വൈദ്യർ സംസാരിക്കുന്നു. കർക്കിടക മാസത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷണ രീതികൾ പെടുന്നതാണ് പത്തിലത്തോരൻ. പത്തിലത്തോരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൻ്റെ ഒരുപാട് രോഗപ്രതിരോധത്തിൻ്റെ ഗുണങ്ങൾ, അത് മനുഷ്യ ശരീരത്തിന് എന്തൊക്കെ ജീവാംശങ്ങൾ മനുഷ്യ ശരീരത്തിൽ കൊടുക്കണമെങ്കിൽ അതിന് ഇലക്കറികൾ വളരെ പ്രധാനമാണ്. അത് നമ്മൾ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കുന്ന 10 ഇലകളാണ് പ്രധാനപ്പെട്ട് ഉപയോഗിക്കുന്നത്. എന്തെല്ലാം ഈ 10 ഇലകളെന്ന് പറഞ്ഞാൽ താളിൻ്റെ ഇല, തമരൻ്റെ ഇല, ചേമ്പിൻ്റെ ഇല, മത്തൻ. താള്, തമര, ചേമ്പ്, ചേന, മത്തൻ, കുമ്പളം. അതുകൊണ്ട് പയറിൻ്റെ ഇല, കൊടുത്തുവ, നെയ്യുരണി, വെള്ളരി, ഇങ്ങനെ ചെറുതാമ അടക്കമില്ല 10 ഇലകളാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത്. ഇത് ഓരോ ഇലക്കും പ്രത്യേകം ഗുണങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഘടനകൾ, അത് കണ്ണിൻ്റെ കാഴ്ചകൾ കൂടാനും, അത് ഉദര സംബന്ധമായ വയറ്റിലെ എല്ലാ കച്ചറകൾ പുറന്തള്ളാനും, വാതപിത്ത കഫത്തിന് ഒരുപാട് മരുന്ന് ഔഷധങ്ങൾ പെടുന്നതാണ് ഈ 10 ഇലകൾ. അത് വളരെ പ്രധാനമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഓരോ വീടുകളിലും കറിക്ക് വെച്ച് കൊടുക്കുന്ന മഴക്കാലത്ത് ഇലകൾ സമൃദ്ധമായിട്ട് വളർന്നു കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഈ സമയത്ത് ഉപയോഗിക്കുന്നതിനെ കൊണ്ട് ഒരു തെറ്റില്ല, അത് തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ മുരിങ്ങേൻ്റെ ഇല ഈ സമയത്ത് കഴിക്കാൻ പറ്റില്ല. അതിന് 2 തരത്തിലെ ദോഷങ്ങളുണ്ട്. അത് സൂര്യപ്രകാശത്തിൻ്റെ പ്രസരണി കുറയുന്നതുകൊണ്ട് സൂര്യപ്രകാശം ഇല്ലാതിരിക്കുമ്പോൾ ഇതിന് കട്ടിങ് ഉണ്ടാവും മുരിങ്ങയിലൊക്കെ, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല. മറ്റൊന്നാണ് ചിത്രശലഭം മഴക്കാലത്ത് മുട്ടയിട്ടിട്ട് അതിനടുത്ത് അടിയിൽ വരുന്ന പിന്നെ വെണ്ണാമ്പലടക്കം കെട്ടി നിൽക്കുന്നതുകൊണ്ട് മുരിങ്ങാൻ്റെ ഇല ഇപ്പം കഴിക്കാൻ പാടില്ല നമ്മൾ പറയുന്നത്. അപ്പം മറ്റുള്ള എല്ലാ ഇലകളും ഇപ്പോൾ ഭക്ഷ്യയോഗ്യമാണ്, അത് കഴിക്കാം. പയ്യന്നൂരിൽ ശുദ്ധജല ഗുണനിലവാര പരിശോധനയ്ക്കായി പുതിയ സംവിധാനമൊരുങ്ങി. വ്യവസായ വകുപ്പിന്റെ കീഴിൽ വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ആരംഭിച്ച ബ്ലൂ ഡ്രോപ്സ് ജലപരിശോധനാ കേന്ദ്രം കണ്ടോത്ത് കോത്തായിമുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു. ജലത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ ജലപരിശോധനാ കേന്ദ്രം തുറന്നു. പയ്യന്നൂർ കണ്ടോത്ത് കോത്തായിമുക്കിൽ ബ്ലൂ ഡ്രോപ്സ് എന്ന പേരിലാണ് ഈ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. പയ്യന്നൂരിൽ ആദ്യമായാണ് സർക്കാർ അംഗീകാരത്തോടെ ഇത്തരമൊരു സംരംഭം തുടങ്ങിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയുടെ തൊഴിൽ ഉൽപാദന പദ്ധതി പ്രകാരം വ്യവസായ വകുപ്പിന് കീഴിലാണ് ഈ സംരംഭം സജ്ജമാക്കിയിരിക്കുന്നത്. വനിതകളുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ലാബ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കിണർവെള്ളം, കുടിവെള്ളം എന്നിവയുടെ രാസ ഭൗതിക ഗുണങ്ങളും ബാക്ടീരിയയുടെ സാന്നിധ്യവും ഇവിടെ ശാസ്ത്രീയമായി പരിശോധിക്കാവുന്നതാണ്.
വ്യവസായ വകുപ്പിൻ്റെ സഹായത്തോടുകൂടി ആരംഭിച്ച ഒരു ജലപരിശോധന ലാബാണ് ബ്ലൂ ഡ്രോപ്സ് വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറി എന്നാണ് ഇതിൻ്റെ പേര്. PMEGP പദ്ധതി പ്രകാരമാണ് ഇത് ആരംഭിച്ചത്. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് വാട്ടറിൻ്റെ കെമിക്കൽ ടെസ്റ്റും ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റുമാണ് ചെയ്യുന്നത്. അത് ഇന്നത്തെ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന എല്ലാ അസുഖങ്ങളുടെയും കാരണം വെള്ളത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാ ടെസ്റ്റുകളും ഇവിടെ ചെയ്യുന്നതാണ്. പയ്യന്നൂർ കണ്ടോത്ത് കോത്തായിമുക്ക് ഷാർജ പാലസ് പരിസരത്താണ് ലാബ് പ്രവർത്തിക്കുന്നത്. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കുടിവെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്താൻ ദൂരസ്ഥലങ്ങളിലെ ലാബുകളെ ആശ്രയിച്ചിരുന്ന പയ്യന്നൂർ നിവാസികൾക്ക് ഈ കേന്ദ്രം വലിയ ആശ്വാസമാകും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. യൂത്ത് കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ SSLC +2 മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സന്ദീപ് വാര്യർ MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സന്ദീപ് വാര്യർ MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സനീഷ് MP അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിജിൽ മോഹൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. VV പ്രകാശൻ മാസ്റ്റർ, V വിജയകുമാരി, പലേരി ഭാസ്കരൻ, ഷിജു കല്ലേൻ, അഖിൽ TV തുടങ്ങിയവർ സംസാരിച്ചു. പ്രണവ് B, ശ്രീവിദ്യ CV, അശ്വിൻ ശ്യാം തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പിലാത്തറ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് റെയിൻ കോട്ടുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്ക് ഇനി മഴയെ പേടിക്കാതെ ജോലി ചെയ്യാം. പിലാത്തറ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് റെയിൻകോട്ടുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് പ്രസിഡന്റ് TV ചന്ദ്രൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ റോട്ടറി ക്ലബ്ബ് അവരെയും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴെല്ലാം അത് അതേപോലെ ഞങ്ങൾക്ക് അനുഭവിച്ചു. ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഡിസംബർ മുതൽ ഈ ജൂലൈ വരെയുള്ള ഞങ്ങളുടെ ഒരു അനുഭവം, ഞങ്ങൾ എന്തൊക്കെ കാര്യം ഈ ഇവിടെ വേണം എന്നാവശ്യപ്പെട്ടു അതെല്ലാം അതേപടി അനുഭവിച്ചെന്ന് നമ്മുടെ പിലാത്തറ റോട്ടറിയെ വളരെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. അതുപോലെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവിടെയൊക്കെ സേവനത്തെ എത്ര പറഞ്ഞാലും അതൊരു അധികമായി പോവില്ല. അത്രമാത്രം ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തും. അവിടെ എല്ലാ യോഗത്തിൽ നമ്മൾ ഈ ഇതെല്ലാം പറയാം. വൈസ് പ്രസിഡന്റ് VA കോമളവല്ലി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സുഭാഷ് TV, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുനിൽകുമാർ KM, പിലാത്തറ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽ D കൊട്ടാരത്തിൽ, സെക്രട്ടറി പ്രസന്നകുമാർ P, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TV മോഹനൻ, M നിഷ, സെക്രട്ടറി T ഷിബു കരുൺ, അസിസ്റ്റന്റ് സെക്രട്ടറി സജിത PK തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കാർഷിക ഉപജീവന മേഖല നാട്ടുചന്തയും കർക്കിടക ഫെസ്റ്റും ആരോഗ്യ ക്ലാസും സംഘടിപ്പിച്ചു. മാതമംഗലം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത ഉദ്ഘാടനം ചെയ്തു. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കാർഷിക ഉപജീവന മേഖല നാട്ടുചന്തയും കർക്കിടക ഫെസ്റ്റും ആരോഗ്യ ക്ലാസും സംഘടിപ്പിച്ചു. മാതമംഗലം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രീത ഉദ്ഘാടനം ചെയ്തു. സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നല്ല മഴക്കാലമാണ്. രോഗങ്ങൾ പടരാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പണ്ടുകാലത്ത് ആരോഗ്യ സംരക്ഷണത്തിന് നമ്മൾ ആയുർവേദത്തിൽ ഈ കർക്കിടക മാസം ഏറെ പ്രധാനപ്പെട്ടതാണ്. CDS ചെയർപേഴ്സൺ P സജിനി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK പ്രണവ്, അബ്ദുൾ റഹ്മാൻ, MP ബാബുരാജ്, വനജ NB എന്നിവർ സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PV പ്രീത ആരോഗ്യ ക്ലാസ് എടുത്തു. കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകർ കൊണ്ടുവന്ന വിവിധതരം പച്ചക്കറികൾ, പലഹാരങ്ങൾ, മരച്ചീനി, മധുരക്കിഴങ്ങ്, കർക്കിടക ഔഷധക്കഞ്ഞി,
വിവിധ തരം പായസങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവ ചന്തയിൽ വെച്ച് വിൽപ്പന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി പഴയങ്ങാടിയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് മുഹമ്മദ് നൌഷാദ്. വിജയവുമായി നാട്ടിലെത്തിയ താരത്തിന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണവും നൽകി. തായ്ലൻഡിൽ നടന്ന ഏഷ്യൻ ഇന്റർനാഷണൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി ഇന്ത്യക്കും കേരളത്തിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് പഴയങ്ങാടി സ്വദേശി മുഹമ്മദ് നൌഷാദ്. കരാട്ടയിലൂടെ കായികരംഗത്തേക്ക് കടന്നുവന്ന നൌഷാദ് പഴയങ്ങാടി മാർഷൽ അക്കാദമിയിൽ പരിശീലനം നേടിയ ശേഷമാണ് കിക്ക് ബോക്സിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. രാജ്യത്തിനകത്തും വിദേശത്തുമായി നിരവധി മത്സരങ്ങളിൽ മികവ് തെളിയിച്ച ശേഷമാണ് ഈ അന്താരാഷ്ട്ര സ്വർണ്ണ നേട്ടം. വിജയവുമായി നാട്ടിലെത്തിയ നൌഷാദിന് പഴയങ്ങാടിയിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത്. മാടായി ഗ്രാമപഞ്ചായത്ത്, കെയർ പഴയങ്ങാടി, യൂത്ത് കോൺഗ്രസ് എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ നാട്ടുകാരും കായിക പ്രേമികളും പങ്കെടുത്തു. ആഹ്ലാദ പ്രകടനങ്ങളോടെയാണ് കായിക താരത്തെ വരവേറ്റത്. വരും വർഷങ്ങളിലും അന്താരാഷ്ട്ര മത്സരങ്ങളിൽ രാജ്യത്തിനായി കൂടുതൽ മെഡലുകൾ നേടുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ യുവതാരം മുന്നോട്ടു പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷൻ നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചന്തപ്പുര ടൗൺ ശുചിത്വ ടൗണാക്കി മാറ്റുന്നു. പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിപുലമായ ആലോചനായോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ടൗണുകളെ വൃത്തിയും ശുചിത്വവുമുള്ള ഹരിത ടൗണുകളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചന്തപ്പുര ടൗൺ ശുചിത്വ ടൗണാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രവർത്തനങ്ങൾ കൂടിയാലോചിക്കുന്നതിനായി വിപുലമായ ആലോചനായോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VA കോമളവല്ലി ഉദ്ഘാടനം ചെയ്തു. 2016 സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹരിത കേരള മിഷന്റെ ഭാഗമായി ശുചിത്വ രംഗത്ത് വലിയ മുന്നേറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. ഇത് ശുചിത്വ മിഷന്റെ ഭാഗമായി നമ്മുടെ ഓരോ വീടുകളിലും നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ കയറി ചെന്നുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യുന്നു. അതോടൊപ്പം MCFകളിൽ എത്തുന്നു, MCF നീക്കം ചെയ്യപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ എല്ലാം നല്ല രീതിയിലുള്ള ശുചീകരണം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ശുചീകരണം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടന്നിട്ടുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ സുജനായ വിഷയാവതരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷൻ M നിഷ, സെക്രട്ടറി T ഷിബു കരുൺ, അസിസ്റ്റന്റ് സെക്രട്ടറി സജിത PK, VO സൗമ്യ CH, ഹെൽത്ത് ഇൻസ്പെക്ടർ ജ്യോതി VV തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ചന്തപ്പുരയിലെ വ്യാപാര സ്ഥാപന ഉടമകൾ, സ്ഥാപന മേധാവികൾ, ഓട്ടോ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഇതോടുകൂടി നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.